മസ്ജിദ് ഹുദൈബിയ കണ്ടില്ലേ? ഈ ഹുദൈബിയയിൽ റസൂലുള്ളാഹി തങ്ങൾ ഉപയോഗിച്ച ഒരു കിണറുണ്ട്, കുറച്ച് മുന്നോട്ടാണ്, അതും കൂടി കാണിച്ചാൽ. ഹുദൈബിയ പള്ളിയാണ്. ഈ കിണർ കാണുന്ന കിണറില്ല, ആ ഇരിക്കും മരത്തിന്റെ അല്ല, ഈ കിണർ കൊബന്റെ ഇപ്പറ ഉള്ളത് കിണർ. രണ്ട് തൂണാണെന്നില്ല കിണറിന്റെ, കണ്ടില്ലേ? കണ്ടില്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഖദീജ കാണത്തക്ക നാട്ടണം, ഹജൂനിലെ മുഅല്ലഖ് പരിസരത്ത് നാട്ടണം എന്ന് പറഞ്ഞ് അങ്ങനെ നാട്ടിയ സ്ഥലത്തുള്ള പള്ളിയാണ് മസ്ജിദു ലിവ. ഈ ഓക്കെ അല്ല, ക്ലിക്ക് ആൾക്കാരും ഒക്കെ ചോദിച്ചില്ല, ഫോട്ടോ ഒക്കെ എല്ലാം നേക്കണം. ലെഫ്റ്റില് കാണുന്ന ചെറിയ പള്ളി, നമ്മള് റൈറ്റിൽ ഇപ്പൊ കാണാൻ പോകുന്ന പള്ളി മസ്ജിദുൽ ലിവ, നബി തങ്ങൾ പതാക ആട്ടിയ സ്ഥലത്തുള്ള പള്ളി. ഇൻഷാ അല്ലാഹ് നമ്മളിനി പോകുന്നത് ആണ് മസ്ജിദുൽ ബൈഅ, മസ്ജിദുൽ അക്ബർ. ബസ്സുള്ളോണ്ട് കാണുന്നില്ല, കുറച്ച് മേലോട്ട് വരുമ്പോൾ കാണും കേട്ടോ. ആ മേലെ കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ, മിനാ റെയിൽവേ സ്റ്റേഷൻ നമ്പർ 1. ആ മുമ്പിൽ കാണുന്നതാണ് ജമറാത്ത് കേട്ടോ, ജംറകളാണ് ആ കാണുന്നത്, ജംറത്തുൽ ഊല. അവിടെ പിന്നെ ഈ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സംവിധാനം ഇല്ല, പള്ളി കണ്ടില്ലേ? ക്ലിക്ക് ഓക്കെ അല്ലേ? വഴി വരുന്നുണ്ട്, അത് അവിടെ തിരിച്ചിറങ്ങാൻ പറ്റില്ല, വേറെ റൂട്ടില് അപ്പുറത്ത് വരുന്ന ആളുകൾ തിരിച്ചിതിലിറങ്ങും. അങ്ങനെയുള്ളൊരു സംവിധാനം. ഇതുപോലെ കാണും നിങ്ങൾക്ക് നേരെ അടിയിൽ കാണുന്നില്ല, കരിങ്കൽ ചുമര് നേരെ അടിയിൽ നോക്കിയാൽ ഉള്ളിൽ ചുമര് കാണാം. അത് തന്നെയാണ് ജംറ. അവിടത്തേക്ക് ആ ചുമരിന് നേരെയാണ് കല്ലർ. ചുമരിനെല്ലാം എറിയുന്ന തടത്തിലേക്ക് വീഴാൻ വേണ്ടി എറിയാം. ഇതൊക്കെ കല്ലേറ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇറങ്ങാനുള്ള ലിഫ്റ്റും ഇതൊക്കെ ഇതിന്റെ റൗണ്ടിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക കേട്ടോ.
വലതുവശത്ത് കാണുന്ന പള്ളി കണ്ടില്ലേ? ഇതാണ് പള്ളിയുടെ മസ്ജിദുൽ ഹൈഫ് പള്ളി. അതിന്റെ പരിസരത്താണ് ജസ്റുൽ മിന ഹോസ്പിറ്റൽ ഉണ്ട്. വിശാലമായ സംവിധാനം ഉണ്ട് ആ പള്ളി. കണ്ടില്ലേ? ഈ മിനാരം കാണുന്നില്ല, അതന്നെ പള്ളി. ഒരുപാട് ബാത്റൂം സംവിധാനങ്ങളാണ്. ടെന്റിനിടയിലൊക്കെ ബാത്റൂം ഉണ്ടാവും. എല്ലാ സംവിധാനം ഉണ്ട്. AC ആണ് ടെന്റ്. അതുപോലെ പരിസരത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ പള്ളി കാണും. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് വരുന്നുണ്ട് അവിടെ. ഇതാണ് നമ്മളെ പുതിയ വരുന്ന ടെന്റുകൾ, അല്ല ബിൽഡിങ്ങുകൾ, ടവറുകൾ, പുതിയ ടവറുകൾ. ഹാജിമാർക്ക് അറഫയിൽ നിന്നും മിന വരെ നടക്കാനുള്ള നടപ്പാത ഉണ്ട്. അതിലെ വണ്ടി ഓടൂല ഹജ്ജിന്റെ സമയത്ത്. ത്വരീഖുൽ മുശാത്ത് എന്ന് പറയും. ഹാജിമാർ നടക്കുന്ന ഏരിയ. അങ്ങനെ ഈ നമ്മളിപ്പോ പറഞ്ഞു വന്നത് ഈ ആന, അവസാനം ആനയുടെ വിഷയത്തിൽ അവർ പരാജയപ്പെട്ടു. അല്ലാഹു തആല ഈ അബാബിൽ പക്ഷികളെ കൊണ്ടുവന്നു. പരിചയപ്പെടുത്തിയ സ്ഥലമാണ് ഇതട്ടോ. അവിടെ ടെന്റും കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ ഒഴിച്ചിട്ടുള്ള. ഖുർആൻ പറഞ്ഞ അറഫയിൽ നിന്ന് വരുമ്പോ ഇറങ്ങാൻ പറഞ്ഞ സ്ഥലം. ഇതാണ് മസ്ജിദ് മശ്അറുൽ ഹറാം ഒക്കെ. ഇതിന്റെ മുമ്പിലുള്ള ആ റോഡ് കണ്ട ചുവപ്പ് അവിടെ ദൂരെ കാണുന്നില്ല പള്ളിന്റെ, അതാണ് ത്വരീഖുൽ മുശാത്ത്. അറഫയിൽ നിന്നും ഹാജിമാര് നേരെ മിനയിലേക്ക് നടക്കുന്ന റൂട്ട്. ആ ചുവപ്പ് ഇതിൽ കാണുന്നു പള്ളി ഉണ്ടില്ല, ആ കാണുന്ന ചുവപ്പിൽ കാണുന്ന ഇപ്പൊ വണ്ടി പോകുന്നില്ല, അത് ത്വരീഖ് അതിനൊരു സുബൈദ എന്ന് അറബിയിൽ പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ ഇങ്ങോട്ട് അറഫ കേട്ടോ. ഇതൊക്കെ ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ്, ബസ് പാർക്കിംഗ് ആണ് ഇത്. ഇവിടെ അറഫയിൽ മുഴുവനായും ഇപ്പോ ഗവൺമെന്റ് ആര്യവേപ്പിന്റെ മരങ്ങൾ നട്ടുപിടിക്കുക. നമ്മുടെ നാട്ടിലെല്ലാം ആര്യവേപ്പ് മുറിച്ചിളക്കാണ്. അറഫയിലെ ടെന്റുകൾ മാത്രമല്ല ഒരുപാടുണ്ട്. പക്ഷെ ടെന്റ് നമ്മളെ മൈനയിലെ ടെന്റ് പോലെ ഉണ്ടാവില്ല കേട്ടോ. വലിയ ടെന്റുകളാണ് അറഫയില്. അതിന്റെ ഒരു ഭാഗം ഇത് ഇപ്പൊ വലത് സൈഡിൽ നോക്കിക്കോളി. അറഫയിലെ ടെന്റിന്റെ ഇരുമ്പ് കാലുകളൊക്കെ കാണും. ഈ വലിയ ടെന്റ് അറഫയിൽ ഉണ്ടാവും, ചെറുതുണ്ടാവില്ല. ഒറ്റ ടെന്റ് അങ്ങനെ. ഇതാണ് അറഫയിലെ റെയിൽവേ സ്റ്റേഷന്റെ അടിയിലൂടെ നമ്മൾ പോകുന്നത് കേട്ടോ. എല്ലായിടത്തും ഇപ്പൊ പണി നടത്തുന്നുണ്ട്. അങ്ങനെ അടച്ചിട്ട് നമ്പറുണ്ട് കണ്ടില്ലേ? ഇതാണ് ഇപ്പൊ കേട്ടോ സുന്നമിറ. കണ്ടില്ലേ മുമ്പത്തെ ഇതാണ് ജബലസൂറെ ലെഫ്റ്റ്. ഇത് കയറുന്ന സ്ഥലം ഈ ബിൽഡിങ്ങുകളുടെ ബാക്കിലൂടെ റൂട്ടാണ്.